അല്ല, കഴിഞ്ഞ ആഴ്ച വളരെ ട്രമറ്റൈസ്ഡ് ആയിട്ട് ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് ട്രമറ്റൈസ്ഡ് ആണ്. സോ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ സമയം നമുക്ക് നമ്മളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഇങ്ങനെ ഒരു ഹറാസ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് അന്ന് തന്നെ നമുക്കൊരു SIT രൂപീകരിച്ച് വുമൻ പോലീസ് ഓഫീസേഴ്സാണ് ഇനിഷ്യലി ഇട്ട് പിന്നെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് വളരെ ഡിസ്ക്രീറ്റ് ആയിട്ട് നമുക്ക് കുറേ വെരിഫിക്കേഷനും ചെയ്യാനുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ചില ആൾറെഡി നോൺ കേസിലുള്ള ആൾക്കാരുടെ സെലിബ്രിറ്റി ആയതുകൊണ്ട് നമുക്ക് കുറേ വെരിഫിക്കേഷൻ ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ മുൻകൂട്ടി പോയത്. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ ടു എനി വുമൻ, എസ്പെഷ്യലി ഇൻ വർക്ക് പ്ലേസ്. ബിക്കോസ് ആൾറെഡി 2 കേസ് ഉണ്ടായിരുന്നതും ഒന്ന് 377 ആയിരുന്നു, ഒന്ന് 354 ആയിരുന്നു. ആ 2 കേസിലെയും കേസ് അതൊരു റീസണിൽ കോഷായി പോയതാണ്. ഇത് വളരെ റീസെൻ്റ് ആയിട്ടുള്ളതാണ്. അവരുടെ ബിഗ് ചാലഞ്ച് വാസ് ടു കീപ് ദി confidentiality of the whole thing and the keeping the identity of the victim. പ്രിലിമിനറി ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു അഫൻസ് നടന്നിട്ടുണ്ടോ, സ്ഥലമുണ്ടോ, അത് കൺഫേം ചെയ്ത് പിന്നെ ഞങ്ങൾ മുൻകൂട്ടി നിൽക്കും. ജനങ്ങളിൽ കേസ് എടുത്ത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത ഭാഗത്ത് പോയത്. അല്ല, നമുക്ക് 2 ദിവസമായിട്ട് നമുക്ക് ഫോളോ ചെയ്തത്. പിന്നെ ആൾ ഇൻഡിക്കേഷൻസ് ആർ അദ്ദേഹം ഇവിടെ നിന്ന് മാറാൻ ശ്രമിച്ചതാണ്. അതുകൊണ്ടാണ് നമുക്ക് മാറാൻ ശ്രമിക്കുകയായിരുന്നു. അല്ല, അതാണ് നിങ്ങളുടെ ഇൻഡിക്കേഷൻസ്. അത് ഈ പരാതി നമുക്കറിയാം, പറയാൻ കഴിയില്ല എങ്കിലും എന്തെങ്കിലും പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്? എന്താണ് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായ പീഡനം? എന്താണ്? അല്ല, നിങ്ങൾ ചില കാര്യങ്ങൾ ഒന്ന് ഷൂട്ടിംഗ് ഷെഡിൽ നടന്നിട്ടുള്ളതാണ്. ഷൂട്ടിംഗ് ഷെഡിലുള്ള ആൾക്കാർക്ക് എല്ലാം അറിയും. അപ്പം തന്നെ വിക്ടിം കരഞ്ഞുകൊണ്ട് പുറത്ത് വന്ന് അവിടെ ഉള്ള ആൾക്കാരോട് പറഞ്ഞ് അവർ തന്നെ അവരെ സമാധാനപ്പെടുത്തി വിട്ടിട്ടുള്ളതാണ്. ഇതിൽ ഒരു കാര്യം എന്താ നോക്കുന്നുണ്ടെങ്കിൽ ആ വിക്ടിം വാസ് ഹൈലി ട്രമാറ്റൈസ്ഡ്. ഓക്കെ, സോ ഇറ്റ് വാസ് എ ഷോക്ക് ടു ദ വിക്ടിം. സോ അവർക്ക് ഷോക്ക് ആയതുകൊണ്ട് പിന്നെ കൗൺസിലിങ്ങും സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റൊക്കെ പോയിട്ട് വളരെ ലേറ്റായിട്ട് ഒരു കോൺഫിഡൻഷ്യൽ വന്നപ്പിന്നാണ് വന്നത്. നമുക്കിവിടെ വന്നപ്പോൾ തന്നെ വളരെ കരഞ്ഞുകൊണ്ടും അവർക്ക് ഏറ്റവും വലിയ ചാലഞ്ച് എന്തെങ്കിലും അവർ എഴുത്ത് നിൽക്കുന്നത് ഒരു വലിയ ആളാണെങ്கிறது ഒന്ന്, നേരത്തെ ഒരു അത്തനോട് പോയിട്ടില്ല എങ്கிறது ഒരു ഇതുകൊണ്ട്, പിന്നെ അവരുടെ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. അത് അവിടുത്തെ ആഭ്യന്തര സമിതികൾ ഉണ്ടാവുമല്ലോ വർക്കിംഗ് പ്ലേസിലെ, ICCക്ക് പരാതി കൊടുത്തതായിട്ട് അറിവുണ്ടോ? അല്ല, അത് നമുക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഞാൻ എപ്പൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടോ, ഇത് ഈ സ്ഥലത്തിൽ നിൽക്കാൻ പോലുള്ള കേസല്ല. സോ ഇത് ഇറ്റ് വിൽ ഗോ അപ്പ്. സോ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. അതോടൊപ്പം തന്നെ എവിഡൻസ് വി ആർ ഇൻ ദ കളക്ഷൻ. എവിഡൻസ് കളക്ഷൻ നമുക്ക് ഒരു പ്രതി അറസ്റ്റ് ചെയ്ത പിന്നെ നിയമത്തിൽ തന്നെ 60 days 90 days ഉണ്ട്. അത് മാക്സിമം ഉള്ള എവിഡൻസ് കളക്ട് ചെയ്തിട്ട് മുൻകൂട്ടി. സാറേ, അതോടൊപ്പം തന്നെ ഈ പരാതിയിലെ മറ്റൊരു കാര്യം പറയുന്നത്, ഇയാൾക്ക് കാരവാനിലേക്ക് മറ്റാരും വരാതിരിക്കാൻ വേണ്ടി ഒരു സ്ത്രീ പുറത്ത് കാവലിൽ നിന്നെന്ന് പറയുന്നത് അങ്ങനെ വല്ലതൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, അതൊക്കെ ഞങ്ങൾ ഇപ്പോൾ ഒന്നും പറയില്ല. ഞങ്ങൾ എന്താ പറഞ്ഞെങ്കിലും അത് ഈ അന്വേഷണത്തെ ബാധിക്കக்கூடிയതാണ്. സാർ പറഞ്ഞല്ലോ ഇവിടെ ഈ കേസ് നിൽക്കില്ല അന്വേഷണം എന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള കൂടുതൽ പരാതി വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ ഈ പ്രതിക്കെതിരെ? അല്ല, അത് നമുക്ക് വി കാൺട്ട് കമന്റ് ഓൺ ദാറ്റ്. നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെ സാധ്യതയുണ്ടോ സാറേ? കസ്റ്റഡി ആവശ്യപ്പെടും, ആവശ്യം അനുസരിച്ച്. പിന്നെ എന്നോട് ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. വിക്ടിമോ എക്സ്പ്ലോയിഡ് ആർ എക്സ്പോസ് തരக்கூடிய രീതിയിൽ യാതൊരു ഇൻഫർമേഷനും കൊടുക്കില്ല. അല്ലെങ്കിൽ ചില ചർച്ചകളിൽ ചില ആൾക്കാർ സംസാരിച്ചത് കണ്ട് അവരുടെ ഫാമിലി ആരാണ് അങ്ങനെയൊക്കെ പോയാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ ദം ടു ഐഡന്റിഫൈ. സോ ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ ടു എനി വുമൻ. എസ്പെഷ്യലി അവർ ഒരു വർക്കിംഗ് പ്ലേസിലെയാണ്, വളരെ കോൺഫിഡൻഷ്യലായിട്ട് ജോലി ചെയ്യக்கூடிய ഒരു ഗുരു പോലെ കാണக்கூடிய ആളാണ്. അത് പറഞ്ഞതാണ്. അങ്ങനെ ഒരു സ്ഥലത്തിലുള്ളത് യാതൊരു രീതിയിലും അക്സെപ്റ്റബിൾ അല്ല അലിഗേഷൻ. പിന്നെ നമുക്കുള്ള നിലവിലുള്ള എവിഡൻസ് വെച്ചിട്ട് നമുക്ക് അറസ്റ്റോട് മുൻകൂട്ടി പോയിട്ടുണ്ട്. ബാക്കി നമുക്ക് കഴിഞ്ഞ ആഴ്ച 28. അതിനുശേഷമുള്ള അന്വേഷണത്തിലെ നമ്മുടെ ഒരു കണ്ടെത്തൽ എങ്ങനെയായിരുന്നു സാർ? അതായത് നമ്മൾ കിട്ടുന്നു, പിന്നീടുള്ള നീക്കം പോലീസിന്റെ എങ്ങനെയായിരുന്നു? അല്ല, നമുക്ക് SIT രൂപീകരിച്ച് അതിൽ ഇറ്റ് ഈസ് ഹെവിലി ഡോമിനേറ്റഡ് ബൈ ദി വുമൻ SI, വുമൻ കോൺസ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അവർ തന്നെ ചെയ്തത്. അത് ചുമതല വഹിക്കുന്നത് SITയും DCP മാഡമാണ്, അശ്വതി. സോ നമുക്ക് എല്ലാവരുടെ ശ്രമവും ഉണ്ടാകും കൺവിക്ഷനിക്ക് എത്താൻ ചെയ്യാൻ വേണ്ടി. അതാണ് നമ്മളുടെ സക്സസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും മനസ്സിലായിട്ടില്ല. അല്ല, അങ്ങനെ ഒന്നും ഇപ്പം കമന്റ് ചെയ്യില്ല. അങ്ങനെ ഒന്നും എന്തില്ല. കൂടുതൽ പ്രതികൾ ഇതിലുണ്ടാവുമോ? അതായത് ഇയാളെ അത് നമുക്ക് അതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതിൽ വെറുതെ താങ്ക് യു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.